നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ നമ്മുടെ മെസ്സി മച്ചാനാണ് സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. ആളിത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയ കാരണം എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ സിറ്റിയിലുണ്ട് ആളുകളെല്ലാവരും. ഇത് ഒരു താറ് മോഡൽ വണ്ടി കിടക്കുന്നുണ്ടില്ല. ഒരു ചേച്ചി ഒരു ചേട്ടനാണ്, ചോദിച്ചു നോക്കട്ടെ. ക്യാനിസ് മെസ്സി മച്ചാൻ ചോദിക്കുമ്പോൾ തരണ്ടാണ്. ചേട്ടാ വണ്ടി ഒന്ന് തരാമോ, ആവശ്യമുണ്ടായിരുന്നായിരുന്നു. പോയില്ല. പുള്ളിക്കാരൻ സെലിബ്രിറ്റികളെ ബഹുമാനിക്കാൻ പഠിക്കണേ. അപ്പോൾ അവർ വണ്ടി തരാണ്ട് നേരെ പോയിട്ടുണ്ട്. നമുക്കിനി വേറെ ഒരു വണ്ടി ഇവിടെ നിന്ന് ഒപ്പിക്കണം. ടാക്സി വിളിച്ച് പോയാലോ? ടാക്സി വിളിച്ച് നോക്കട്ടെ. ടാക്സിക്കാരാ നിന്ന് ഞാനും ഉണ്ട്. പോട്ടെ അത് തന്നെ അവിടേക്ക് പോട്ടെ മോനുസേ. പോവാത്ത ഫ്രണ്ടിൽ പെഡസ്ട്രിയൻ കിടക്കാൻ നിൽക്കണ കാരനാണ്. ഓക്കെ, എന്തായാലും നമ്മളിതേ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. മെസ്സി മച്ചാനാണ് ആളിതേ നേരെ ടാക്സിക്കാരുടെ ഒപ്പം കയറി പോവാണ്. ഓക്കെ, വണ്ടി എടുത്തിട്ടുണ്ട് പൊളി. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇന്ന് നമ്മളെന്താ ചെയ്യാൻ പോകണേന്ന് വെച്ചാൽ നമ്മളിന്ന് പിസ്സ ഡെലിവറി ജോബ് ചെയ്യാനായിട്ട് പോവാണ്. മെസ്സി മച്ചാനാണ് ഇന്ന് പിസ്സ ഡെലിവറി ജോബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മലയാളം ടെക്കീസ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് എനേബിൾ ചെയ്തിടുക. പുള്ളി എന്തെടുക്കാത്ത ചേട്ടോ ഊയ് ടാക്സിക്കാരാ, പെട്ടെന്ന് പോകണം. ടാക്സി ഫെയർ $2.5. 1/5 മൈൽസിന് 40 ഇത് വേറെ എക്സ്ട്രാ ആവും. ഓക്കെ, പുറത്തൊക്കെ കാണാൻ നല്ല രസമായിട്ട്. ലാൻഡ് സ്റ്റാൽക്കർ ഒരു പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു. വലിയ മെനിയൊന്നുമില്ല. ഓക്കെ, പുള്ളി വണ്ടി ഒന്ന് എടുത്തിരുന്നെങ്കിൽ. ചേട്ടോ അല്ല നടപടി ആവുമോ? കാശൊക്കെ തന്നോണ്ട് ചോദിച്ചാണ്. വേഗം ആവട്ടെ ഏട്ടാ, എൻ്റെ പൊന്നങ്ങയ്യേ. ഓക്കെ, അപ്പോൾ വണ്ടി പോകാറായിട്ടുണ്ട്, സീനില്ല. നമ്മുടെ വണ്ടിക്കാരൻ ഭയങ്കര സ്ലോ ആയിട്ടോ. നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് അതുപോലെ പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത് നേരെ ചെല്ലാനാണ് പറഞ്ഞേക്കണത്. ഓക്കെ, പിസ്സ കൊടുക്കുന്ന സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് നമുക്ക് ഡെലിവറി ഓർഡർ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഓർഡർ പിടിക്കണം, കുറച്ച് പൈസ ഉണ്ടാക്കണം. മെസ്സി മച്ചാനും ആകെ പൈസയ്ക്ക് അത്യാവശ്യമാണ്. കൊറോണയല്ലോ, അപ്പോൾ കൊറോണയുടെ സീനൊക്കെ ഉള്ള കാരണം ആൾക്കും ഫുട്ബോൾ കളിയൊക്കെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കൊന്ന് രക്ഷപ്പെടണം. ഇതേ അടുത്തത് എൻ്റെ പൊന്നിയായിട്ട് ഇത് എത്രാമത്തെ സംഭവം തോന്നുന്നു. വണ്ടി എടുത്തുകൊണ്ട് പോവാമോ? ഉയ് ചേട്ടായി. ഓക്കെ, പുള്ളി പറഞ്ഞപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. നല്ലൊരാളാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ലൈക്സ് എന്ന് പറഞ്ഞാൽ 5000 ലൈക്സാണ്. വെറും 5000 ലൈക്സാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാരും കട്ടയ്ക്ക് ലൈക്ക് ചെയ്യുക. ഒരാൾക്ക് 1 ലൈക്കാണ് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓക്കെ, എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക. 5000 ലൈക്സ് നമുക്ക് ഇന്ന് എത്തിക്കണം. ആ ലൈക്ക് ഞാനിങ്ങ് എടുക്കുക. ടാക്സിക്കാരെ പേട്ട ടാക്സി കയറണ്ടായിരുന്നു. ഇതിലും ഭേദം നടന്നു പോകണമായിരുന്നു. നടന്നു പോയാൽ അവിടെ പെട്ടെന്നെങ്കിലും എത്താറുണ്ട്. ഇത് എൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ റോട്ടിൽ കൂടെ ഫോണും വിളിച്ചുകൊണ്ട് കിടക്കണണ്ട. എൻ്റെ പൊന്നു ഇത് ഞാൻ വണ്ടിയുടെ അടി പോമിക്കാറും. ഇല്ല ചങ്ങായി, എന്ത് പേട്ടത് ഇത് അവൻ തഗ്ഗാട്ടോ. ഫോണും വിളിച്ച് കാണിച്ചുകൊണ്ട് പോകണോ? അങ്ങനെ വെടി വെച്ച് കൊന്നാലോ? വേണ്ട. ശേ, എന്തായാലും നമുക്ക് വണ്ടി എടുക്കട്ടെ. ആ പുള്ളിക്കാരൻ വേഗാവട്ടെ. പിസ്സ നമുക്ക് കൊടുക്കാനുള്ള ഇന്ന് കുറച്ച് പൈസ ഉണ്ടാക്കണം. പാവം മെസ്സി മച്ചാൻ. ഇവിടെ ആള് സ്റ്റാൻഡിൽ നിർത്തിയിട്ടുണ്ട്. നിർത്തിയില്ലേ കേട്ടോ? എത്തി, സ്ഥലം എത്തി. ബീൻ മെഷീൻ ഒക്കെ ഇറങ്ങട്ടെ. ഓക്കെ മോനു സാർ, താങ്ക്സ് ഉണ്ടാ. ശരി, എവിടെയെങ്കിലും വെച്ച് കാണാം. നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ബീ മെഷീൻ എന്ന് പറഞ്ഞൊരു സ്ഥലം. കയറാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ, സ്റ്റിക്കർ ഒട്ടിച്ചേക്കണേയാണ്, കയറാൻ പറ്റണില്ല. ഈ ചേച്ചി എടുത്ത് ചോദിച്ചോട്ടെ. ചേച്ചിയെ മെസ്സിയാണ്. മെസ്സി അത് തന്നെ മെസ്സി. എന്തെങ്ങനെ വിഷമിച്ചിരിക്കണേ? മാസ്ക് ഒക്കെ എവിടെയാ? ഞാനേ ഈ പിസ്സ ഡെലിവറി ഇത് ഓർഡർ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ജോലി പാർട്ട് ടൈമായിട്ട് ഫുട്ബോൾ കളി ഇല്ലാത്തപ്പോൾ നമ്മൾ പിസ്സ ഡെലിവറി ഒക്കെ ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ അല്ലേ ചേച്ചി എന്തൊന്നും മിണ്ടാത്ത ചേച്ചി ആകെ വിഷമിച്ചല്ലോ ഈ ചേട്ടൻ. ചേട്ടൻ എന്തോ ഒരു വൈക്ലഭ്യം
ചായയും കുടിച്ചിട്ട് ആ ചേട്ടനെ കണ്ട ചില്ലായിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കണ കണ്ട പുള്ളി ഈ ചേച്ചി പാവം, ഇതിനെ കണ്ടിട്ട് പാവം തോന്നാം. ശരി ചേച്ചി, ഞാൻ അവിടെ നിന്ന് സമയം കളയണില്ല. ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിത് പിസ്സ ദിസ് ഓക്കെ. അപ്പോൾ പിസ്സ ഡെലിവറി പരിപാടി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. നമ്മളെ പിസ്സ ഡെലിവറി സംഭവം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ, പിസ്സ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ആളെവിടെയാണാവോ? മറ്റേ പുള്ളിക്കാരി പുറകെ ഓടിയുണ്ടായി, പക്ഷെ സീനില്ല. പിസ്സ കൊണ്ടുപോയി കൊടുക്കണം. 5 പിസ്സ നമ്മുടെ കയ്യിലുണ്ട്. 4 മിനിറ്റിനുള്ളിൽ കൊണ്ടുപോയി കൊടുക്കണം എല്ലാവർക്കും. പുള്ളിക്കാരനൊക്കെ എവിടെയാണോ എന്തോ. ഒരാളൊക്കെ ഉണ്ട്. ചേച്ചി പിസ്സ ഓർഡർ ചെയ്തായിരുന്നോ? ഓക്കെ, ചേച്ചിക്കൊരു പിസ്സ കൊടുത്തു. ഹൈ ഓ അർമാദിക്ക് പിന്നെ അല്ല കാറാരം വട്ടം വെച്ചോ. ചേട്ടാ വട്ടം വെക്കരുത് ചേട്ടാ. ഓ നല്ല മഞ്ഞൊക്കെ കേട്ടോ. രാവിലെ തന്നെ ആരെങ്കിലും പിസ്സ കഴിക്കുമോ? എന്തെങ്കിലും കേട്ടോ, നമ്മളത് നോക്കണം. എന്തിനാണ്, നമുക്ക് കച്ചവടം കിട്ടിയാൽ പോരെ. ഇതെന്തത് ഹോസ്റ്റല്? ഈ ചേട്ടനാണെന്നോ. ചേട്ടനാണോ കുറേ നേരം കിടന്ന് വിളിച്ചേ പിസ്സ എന്നും പറഞ്ഞ്? പിസ്സ കൊണ്ടിട്ടുണ്ട്. എന്നാ എടുത്തോ കിട്ടിയില്ലേ? ശരി എന്നാൽ ശരി. നമുക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനെ ആളുകൾക്ക് എന്തെങ്കിലും പുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ. അല്ലേ, നല്ല രസമാണ്. ഇനിയിപ്പോൾ ആളെവിടെയാണോ? ഇനിയിപ്പോൾ ടൗണിലേക്ക് പോകണം നമുക്ക്. അവിടെ ഒരു ചങ്ങായിനെ കാണണ്ട, പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പോയി. എന്ത് മഞ്ഞാ നോക്കി, രാവിലെ തന്നെ കണ്ട വെളുപ്പാങ്കാലാന്ന് തോന്നുന്നു. നല്ല മഞ്ഞു മഴക്കാറ്റിൽ മഞ്ഞ് ഓർത്തിപ്പാണ് മഞ്ഞിൻ്റെ പാട്ട് ഓർമ്മ വന്നത്. അയ്യോ, ഇതെവിടെ ആളെവിടെയാ? പണിപ്പാളിന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിലാണോ? അയ്യാ പണി പാളി. ഇതെവിടെ ആളെവിടെയത്? എന്ത് പണ്ടാരം, എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഇതിൻ്റെ മേളിലാണ്. പണി കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത കസ്റ്റമറെ നോക്കി നടക്കണം. എൻ്റെ മോനെ, ഇതെന്തത് സിനിമ ഷൂട്ടിങ് എന്തോ? സിനിമയുടെ ആരൊക്കെയോ വരുന്നുണ്ടെന്ന്. എൻ്റെ പൊന്നേട്ടാ, ഹമ്മറായിട്ട് വട്ടം വയ്ക്കാൻ വന്നേക്കാണ്. നമുക്ക് ആളെ കണ്ടുപിടിക്കണം ഇനി. നമ്മുടെ ഈ വണ്ടിക്ക് ഒട്ടും സ്പീഡില്ല, കുഞ്ഞു വണ്ടിയാണ്, ഒട്ടും സ്പീഡില്ലാത്ത വണ്ടി. എന്തായാലും അതുകൊണ്ട് നമുക്ക് അയ്യോ വണ്ടി നമുക്ക് ബൈക്കിന് പോകാൻ പറ്റുമോ നോക്കട്ടെ. ബൈക്കാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവില്ല. അതെ, പിസ്സ ഡെലിവറി ഇതിലാവാം, പൊളിക്കും. സ്പീഡ് കിട്ടുന്നുണ്ട്. മോനെ ശരി ചേച്ചി പിസ്സ പിടി. പിസ്സ ഇടാൻ പറ്റുന്നില്ല ഗൈസ്. പിസ്സ എല്ലാം ആ വണ്ടിയിലാ. അയ്യോ, ആ വണ്ടി അവിടെ. ഭാഗ്യം ആ വണ്ടി ആരും കൊണ്ടുപോയിട്ടില്ല. പിസ്സ എല്ലാം ഈ വണ്ടിയുടെ ഉള്ള, അത് കാരണം പണി കിട്ടിയായിരുന്നു. അല്ല, ഇനി സമയം തീർന്നേക്കുമ്പോൾ നമുക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. 3 പിസ്സയും കൂടി കൊടുത്താൽ മതി. പരിപാടി തീർന്നു. ഇതിപ്പോൾ നമുക്ക് നഷ്ടക്കച്ചവടമാവും. വെറുതെ പെട്രോൾ കളഞ്ഞാൽ മാത്രം മിച്ചം. ചേട്ടാ ഇതേ കിടക്കണം ചേട്ടാ. പിസ്സ വേണ്ടേ ചേട്ടോയ്? ഓക്കെ, പുള്ളിക്കാരൻ ഇടയിലോ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഓർഡർ പിടിക്കണം. റെസ്റ്റോറൻറ്റ് എവിടെയാണ്? റെസ്റ്റോറൻറ്റിൽ പോകണം. റെസ്റ്റോറൻറ്റ് എവിടെ? 10 ഇവിടെ ഉണ്ട്. കുറച്ച് സാധനം എടുത്തിട്ട് വരട്ടെ. വണ്ടി കയറ്റിയാൽ ശരിയാവും അവൻ. ഞാൻ വണ്ടി കൊണ്ട് തന്നെയല്ലേ വന്നേ. പിസ്സ എവിടെ? പിസ്സ കിട്ടിയില്ല.
പിസ്സ വേണം ദീസ് പിസ്സാസ് ഫോൺ ഡെലിവർ ദംസ് ഗെറ്റ് മൂവിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിസ്സ പിന്നെ എടുത്തിട്ടുണ്ട്. ഇനി പിസ്സ കൊണ്ടുപോയി കൊടുക്കണം. സോറി ഏട്ടാ, സോറി. ഓ, ഈ വണ്ടിയിലാണ് അപ്പോൾ പിസ്സയും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലാതെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഇല്ല. മെസ്സി മച്ചാൻ ഇന്ന് കുറേ ആവശ്യതയാവും. ആൾക്ക് നല്ല പണിയാണ് കിട്ടിയാണ്. ചേച്ചി ഒന്ന് മാറിയേച്ചി. ചേട്ടാ 2 പേർക്കുള്ള ഒന്ന്. അയ്യോ, എൻ്റെ ആവശ്യത്തിലധികം പിസ്സ ഉണ്ടല്ല. ഇനി എന്തിനാ ഇനി ഇവിടെ ആൾക്കാർ? ഓ, ചെല്ലാൻ പറഞ്ഞേക്കാണ് അവർ. LSPD വൈൻവുഡ് പോലീസ് സ്റ്റേഷനല്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോണില്ല. ഒന്നും കൂടി പിസ്സ ഒന്ന് റീചാർജ് ചെയ്തിട്ട് വരണം. എൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഒന്ന് മാറാമോ. ആളെ കിട്ടി. ഓർഡർ എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നോ അല്ലേ? ഓക്കെ, അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നാലാണ് നമുക്ക് ഓർഡർ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് അവരങ്ങനെ കാണിച്ചത്. 4 പിസ്സ നമ്മുടെ കയ്യിലുണ്ട്. ഫ്രണ്ടിൽ 3 പേരുണ്ട്. അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കൊടുക്കാന്നുണ്ടെങ്കിൽ മെസ്സി മച്ചാൻ പൊളിക്കും. പിന്നല്ല, വളവിൻ്റെ അവിടെ എങ്ങാണ്ടാണോ? ഇവിടെ ഒരാൾ. ചേട്ടായി ആ ഇതേ പുള്ളി കാശ് തന്നു കേട്ടാ, നല്ല മനുഷ്യനാ. ചേട്ടായി എന്നാ വിടി അർമാദിക്ക്. പിന്നല്ല, ഇതിനൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇന്ന് മെസ്സി മച്ചാൻ മമ്പൻ എന്താണ് ദാനശീലാണ്. ചേട്ടായി കഴിക്കുക ചേട്ടായി, ഇങ്ങനെ വിശന്നിരിക്കല്ലേ. കഴിക്ക് എൻജോയ്. അടുത്ത ഒരാളെയും കൂടി ഇനി തപ്പിപ്പോണം. ഏത് വഴി കട്ട് ചെയ്ത് പോവാമോ? ഒരു പിസയും കൂടി നമ്മുടെ കയ്യിലുള്ളൂ. ടൈം വേണ്ടതുണ്ട്, കാരണം 3 ആൾക്കാരെ അടുത്ത് തന്നെ കിട്ടി. അതാണ് ആ ഒരു പ്രശ്നം വന്നില്ല. കണ്ട, മെസ്സി മച്ചാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. എന്തോ പുള്ളിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ ദിവസമാണ്. പെട്രോൾ അടിക്കാൻ കയറണ്ടല്ലേ? പെട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു, അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അതായത് ഒരു പിസയും കൂടിയാണ് ഇനി ബാക്കിയുള്ളൂ നമ്മുടെ കയ്യിൽ. അത് കൊണ്ടുപോയി കൊടുക്കണം, എന്നിട്ട് അടുത്ത ഓർഡർ എടുക്കണം. ഇവിടെ എങ്ങാണ്ട് ആളുണ്ടല്ലോ. ചേച്ചി ആദ്യം നിൽക്കണില്ലല്ലോ. ആദ്യം ചേട്ടാ പോയി. ചേട്ടാ എന്നാ ഓക്കെ ചേട്ടാ. ശരി. ഇനി ഇവിടെ അടുത്ത് വേറെ ഇനി പിസ്സ ഡെലിവറി സെൻറ്റർ എവിടെ ഉള്ളതെന്ന് നോക്കട്ടെ. അപ്പം നമ്മൾ നിൽക്കുന്ന എവിടെയാണ്? നമുക്കിനി വേറെ ഓക്കെ, ആ സ്ഥലം മാത്രമേ ഉള്ളൂ. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പിസ്സ എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ കാറാരെന്താ കാണിക്കണേ? ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. പിസ്സാസ് ലെഫ്റ്റ് 0 ആയാലോ? പോയി റീചാർജ് ചെയ്യട്ടെ. അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരെയോ കാണിക്കുന്നുണ്ട്, പക്ഷേ ആ പുള്ളിക്കാരൻ്റെ എടുക്കാൻ മാത്രം പറ്റണില്ല. ചേട്ടാ ചേച്ചി മാറട്ടെ. ഓക്കെ, ഇത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. 5 പേരും നമ്മൾ പോണ സ്ഥലത്തുണ്ട്. അവരെല്ലാവരും ഓർഡർ കിട്ടിയായിരുന്നെങ്കിൽ ഹൈ. അയ്യോ, എവിടെയാ ആളെവിടെയാ? ഇതേക്കണോ ഒരുത്തൻ? ഇത് നമ്മൾ നേരത്തെ കൊടുത്ത പുള്ളിക്കാരനാണ്. ചേട്ടായി പിന്നല്ല, കഴിക്കേട്ടായി. ഇനി അടുത്ത ആൾക്ക് ചേട്ടായി കഴിക്കേട്ടായി. ആ പുള്ളിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കാ? അവിടെ ഒരു പുള്ളിക്കാരൻ തലയുള്ള ചേട്ടായി. എന്നാ കഴിക്ക്. $25 കിട്ടിയില്ല. ആഹാ പൊളി. ചേച്ചി എന്നാ പിസ്സ കഴിക്ക്. ഓക്കെ, ഇനി ആരാ ഉള്ളത്? ഒരാളിപ്പോൾ എവിടെ ഉണ്ട്? അതേ നിൽക്കണു പാവം. ചേച്ചി ഒരു പിസ്സ കഴിക്കുന്നോ? എന്താണ് ചേച്ചി? എന്നാ ഓക്കെ, അപ്പോൾ ആ ചേച്ചിക്കും കൊടുത്തിട്ടുണ്ട്. സന്തോഷമായി. ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ നമുക്ക് അടുത്തതും കൂടി എടുക്കാം. പക്ഷേ ഇതേതാ സ്ഥലം? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് പവർ, സിറ്റി ഓഫ് ലോസ് ആൻഡോസ്. ഓഹോ, ഇതേ കൊമ്പം പോകണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഓർഡർ പിക്ക് ചെയ്തിട്ട് ഇനി ദൂരെയുള്ള ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. അടുത്തുള്ളവർക്ക് എപ്പോഴും കിട്ടി എന്താണ് അവർക്കൊരു രീതിയാണ്. നമുക്ക് ദൂരെയുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാം.
മാറിയേട്ടാ. ഏയ് ചേട്ടാ 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 എൻ്റെ പൊന്നേട്ടാ. ഇത് മനുഷ്യ എടാ ഇടി വീട്ടിലേന്ന് മാറാ. ഞാൻ പിസ്സ കൊണ്ടുപോയി കൊടുക്കല്ലേ, നീ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടിക്കാൻ തന്നെ. പോടാ പുല്ലേ. ഇനി ഞങ്ങൾക്ക് ദൂരേക്ക് പോവാം. ട്രിപ്പിംഗ് മൈൻഡ് പോവാം. ഇത് വെച്ചാൽ പിസയുമായിട്ട് പോവാണ്. ഇതാരത്? ഇവിടെ ഒരാളെ കാണിക്കുന്നുണ്ട്. ചേച്ചി കയറണ്ടോ? ഉയ് അമ്മച്ചി ഈ അമ്മച്ചീനെയാണോ? അയ്യോ അമ്മച്ചി താഴെ വീണു. ഓ മൈ ഗോഡ്. ഇവിടെ നേരെ ആളുണ്ട്, പക്ഷെ നേരെ ആൾക്ക് ഞാൻ കൊടുക്കണില്ല. അപ്പോൾ ഓടുന്നു. ഇവിടെ എവിടെ ഒരു ചങ്ങായി ഉണ്ടല്ലോ, അതേ നിൽക്കണം മുത്തുമണി. അയ്യോ നമ്മുടെ വണ്ടി